ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രോസ് കട്ട് പാഡഡ് ബ്ലൗസിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ് നോക്കാം. ഇനി കൈയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. കൈയുടെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് താഴെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരയിഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മറ്റേ കൈയും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിലേക്ക് കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈയുടെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കൈയുടെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അരയിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേ കൈയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡിലെ കൈയും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഒന്ന് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ചെസ്റ്റിൻ്റെ അവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈ വെക്കുവാൻ വേണ്ടിയിട്ടുള്ള പീസ് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ 17 ഇഞ്ചാണ് വരിക. അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും താഴെ 15 ഇഞ്ചാണ് വരിക. അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കൈയുടെ ലൂസും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈയുടെ ലൂസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലരുടെ കൈ മെലിഞ്ഞിട്ടാണ് ഉണ്ടാവുക, ചിലരുടെ കൈ തടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ അളവുകളിൽ വ്യത്യാസം വരുത്തുക. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള കൈയുടെ അടിവശമാണ്. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസുകൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഈ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് ഒന്ന് മടക്കിയിട്ട് സൈഡിലായിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുഴുവനും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ സൈഡ് എക്സ്ട്രാ ഉള്ള ക്രോസ് പീസ് ഞാൻ അരയിഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ആ അരയിഞ്ച് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്രോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാഡഡ് ക്രോസ് കട്ട് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇതിന്റെ നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുക. പിന്നെ ഹുക്സും ഐയും വെച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.